ഓം നമോ നാരായണായ. വേദജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾ നിശ്ചിതകാലത്തിനു ശേഷം നക്ഷത്രങ്ങളും രാശികളും മാറുന്നു. ഈ മാറ്റങ്ങൾ ഈ ലോകം മുഴുവൻ പലതരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നിഴൽഗ്രഹമായ രാഹു ജൂലൈ 8 ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അടുത്ത 18 മാസങ്ങൾ രാഹു ഇവിടെ തുടരും. ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ പ്രാധാന്യം എന്ത്? നക്ഷത്രങ്ങളിൽ 26-ാമത്തെ നക്ഷത്രമാണ് ഉത്രട്ടാതി. ശനിയാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ അധിപൻ. അച്ചടക്കം, ആത്മീയത, ക്ഷമ എന്നിവയാണ് ഈ നക്ഷത്രത്തിന്റെയും ശനിയുടെയും പ്രത്യേകതകൾ. അതേസമയം മടി, സ്വാർത്ഥത, പ്രതിരോധം തുടങ്ങിയ ചില നെഗറ്റീവ് സ്വഭാവങ്ങളും ഈ നക്ഷത്രമുള്ളവർ കാണിക്കാറുണ്ട്. എന്താണ് രാഹു? പ്രത്യേക ആകൃതിയോ പിണ്ഡമോ ശരീരമോ ഇല്ലാത്ത നിഴൽഗ്രഹമാണ് രാഹു. ഏതെങ്കിലും രാശിയുടെയോ ഭാവത്തിന്റെയോ അധിപനല്ല രാഹു. അതേസമയം തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രങ്ങളുടെ അധിപൻ രാഹുവാണ്. ഇടവം, മിഥുനം എന്നീ രാശികളിൽ രാഹു ഉന്നതഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വൃശ്ചികം, ധനു എന്നീ രാശികളിൽ നിമ്നതലത്തിലാണ് രാഹുവിന്റെ സഞ്ചാരം. മകരം രാശിയുടെ 3-ാമത്തെ ഭാവത്തിലേക്കാണ് രാഹു പ്രവേശിച്ചിരിക്കുന്നത്. അതേസമയം ശനി ഈ രാശിയുടെ ധനം, ഭാഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഉള്ളത്. രാഹുവിന്റെയും ശനിയുടെയും ഈ സ്ഥിതികൾ മകരം രാശിക്കാർക്ക് നേട്ടമായി മാറും. ഈ കാലയളവിൽ കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ മിടുക്കും ധൈര്യവും അനുഭവപ്പെടും. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും തോന്നും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഉൽപ്പാദനക്ഷമതയും ലാഭവും വർദ്ധിക്കും. പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകാം. സഹോദരങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് ജോലിക്കയറ്റം ലഭിക്കാം. അടുത്ത രാശി ഇടവം. ഇടവം രാശിയിലും രാഹുവിന്റെ സ്വാധീനമുണ്ടാകും. ഈ രാശിയുടെ കർമ്മഭാവത്തിലാണ് ശനി ഉള്ളത്. ഈ ഗ്രഹസ്ഥാനങ്ങൾ ഈ രാശിക്കാർക്ക് മികച്ച ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ച് വരുമാനത്തിൽ പ്രതീക്ഷിക്കാത്തത്ര വർധന ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്കും വളരെ അനുകൂലമായ സമയമാണിത്. ബിസിനസ്സുകാർക്ക് ബിസിനസ് വളർച്ചയും ലാഭവർധനയും ഉണ്ടാകും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായ സമയമാണ്. ജോലിയിൽ ഉന്നത സ്ഥാനങ്ങൾ കൈവരാം. സംരംഭകർക്ക് അവരുടെ ബിസിനസ് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാം. ഈ രാശിക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഇക്കാലയളവിൽ ഉണ്ടാകാം. തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കാം. അടുത്തത് മിഥുനം. രാഹു മിഥുനം രാശിയുടെ 10-ാം ഭാവത്തിലാണ് ഉള്ളത്. ശനി ഇവരുടെ 9-ാം ഭാവത്തിലാണ്. ഈ രാശിമാറ്റത്തിന്റെ ഫലമായി മിഥുനം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളും മറ്റു ഗുണങ്ങളും ഉണ്ടാകും. വരുമാനം വർദ്ധിക്കുകയും ധാരാളം പണമുണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. മികച്ച അവസരങ്ങൾ ഉള്ള നല്ല ജോലികൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. നിക്ഷേപങ്ങൾ നടത്തിയവർക്ക് ഈ കാലയളവിൽ അതിൽ നിന്നും ലാഭം തേടിയെത്തും.